എടാ വീണ്ടും ലോഡ് ഓക്കെ ലോഡായിട്ടുണ്ട്. നേരത്തെ ലോഡിങ്ങിന് ചെറിയ പ്രശ്നം കാണിച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ. അത് നേരത്തെ എന്തായാലും ബഗ്ഗായാണ്. ഓക്കെ ഇപ്പോൾ സെറ്റായി. ഗ്രാഫിക്സ് നോക്കട്ടെ. ഗ്രാഫിക്സ് എല്ലാം സെറ്റാണ്. എടാ സിനിമാറ്റിക് ഇടാം. ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ സിനിമാറ്റിക് ഇട്ടാൽ നല്ലതാണെന്നാണ് പറഞ്ഞത് ആ കുണ്ണ. ഓക്കെ എന്തായാലും നോക്കാം. അവൻ പറഞ്ഞാൽ ഇട്ടേക്കാം. പിന്നെ എടാ ഇവിടെയാണ് പോയി നോക്കാൻ പോണേ. ഈ സ്ഥലം ഇവിടെ ഞാൻ പോയിട്ടുണ്ടാകുന്ന എനിക്ക് സംശയമുണ്ട്. എന്തായാലും ഇങ്ങോട്ടൊന്ന് കയറാം കേട്ടോ. എല്ലാം മറ്റേ കുറച്ച് നോക്കാം. എന്തായാലും പോയിട്ട് ബാക്കി എനിക്ക് അത് ഇൻറ്റീരിയർ ഇട്ട് പോവാം. ഇൻറ്റീരിയർ ചാറ്റ്. ഓ ഇടിക്കാതെ പോവാൻ നോക്കാം പതിയെ. എം വേണ്ടല്ലോ, ഡി മതിയല്ലോ. ഇവിടെ വഴി തെറ്റിപ്പോയേ. ഓക്കെ ഇങ്ങോട്ടാണ് വഴി കാണിച്ചേക്കണത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഒരിടത്ത് നിന്ന് ഇങ്ങോട്ട് കയറണേണ് പാട്. അതാണ് കാര്യം പറയല്ലോ. ഒട്ട ഇടിച്ചടാ നിൽക്കേ കേട്ടെ. ഇത് എങ്ങോട്ട് പോവാൻ ഉള്ളത് ഈ സ്ഥലം എനിക്ക്. ഓഹോ എടാ പോടാ പുണ്ണെ. എന്താണ് അവിടെ ഇടിക്കണത്? അടേ ഇതേതേടം ഓരോ ഉണ്ണ ഇടത്ത് ചെന്ന് കയറിയിട്ട് എനിക്ക് കിട്ടി. അതാണ് റോഡ് കേട്ടോ. എനിക്ക് ഈ സാധനത്തിൽ ഞെക്കാം. ഇപ്പോൾ ഒരു വിധം സെറ്റായെന്ന് തോന്നുന്നു. നേരത്തെ ഏതായാലും ലൊട്ടേ ചെന്ന് കയറി കൊടുത്ത് കാര്യം പറഞ്ഞ ചാറ്റേ. ആ ഒരിടത്തപ്പോഴാണ് എനിക്ക് തിരിഞ്ഞു പോകണം സ്ഥലം. ഇപ്പം ഞാൻ എങ്ങോട്ടാണ് പോകണം കറക്റ്റ്? എടാ കറക്റ്റ് എടാ എത്തിയേ. പിസ്ത എനിക്ക് ഞാൻ കാണിച്ചില്ല, നിങ്ങളെ കാണിച്ചില്ല. ആ സ്ഥലം എന്തര കോട്ടയാണ് നോക്കട്ടെ. ഇത് കോട്ട എന്തരാ ഒരു കോട്ടയാണേ. വിസ്തല്ലേ ചാറ്റേ എനിക്ക് ഇതിട്ട് കാണിച്ചു തരാം. വില്ലസ് ചാറ്റേ വില്ലസ് ആണ് ആ സ്ഥലത്തിൻ്റെ പേര്. ഇൻസൈഡ് വ്യൂ ഇട്ട് കയറാൻ കാട്ട്. എടാ വില്ലസിലോട്ട് മെക്ലാരനും കൊണ്ടാൻ കയറിയേക്കാണ്. എടാ യോ തട്ടിപ്പോയോ ചാറ്റേ. ഞാൻ കാര്യം പറയാല്ല, ആ ലൊട്ട ഇടണ്ട കേട്ടോ. ഇൻസൈഡ് ഇട്ടപ്പോൾ എൻ്റെ അവിടെ എന്തിനാ ചെറിയ സാധനത്തിൽ തട്ടി ഇങ്ങോട്ട് ഇതായി. എടാ ഇതേത് സ്ഥലമാടാ? ജാപ്പനീസ് ആടാ. എടാ ജാപ്പനീസ്. ഇതെന്തോന്ന് മാജിക്ക്. വഴി തെറ്റിയടാ. നിങ്ങൾ കണ്ട ഞാൻ വഴി തെറ്റി. എടാ നേരത്തെ വേൾഡ് എൻഡ് ആയതുകൊണ്ട് കേട്ടോ. അവിടെ എവിടെ ഇടിച്ച് വണ്ടി മാറിയടാ. സ്ഥലത്തോട്ട് പോണ റൂട്ട് തെറ്റി ഇങ്ങോട്ട് വന്നതാണ്. അതാണ് നോക്കിയാൽ ഇതെന്തിരി മറ്റേ എന്തിനാ പറ്റിയ സാധനം ഉണ്ടല്ലോ, മറ്റേ പോർട്ടൽ പോവല്ല അതേപോലെ ആയിപ്പോടാ. എന്ത് ലൊട്ടേന്നാണ് എനിക്ക്. ഇനി ഇവിടെ നിന്ന് അങ്ങ് പോകണ്ടേ ഞാൻ. ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ടാണ് ചേട്ടത്. കാര്യം പറയുവാണെങ്കിൽ ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ടാണ്. വണ്ടി സെറ്റായിട്ട് ഓക്കെ അങ്ങോട്ട് വച്ച് പിടിക്കാടാ ചേട്ടാ. വച്ച് പിടിക്കുക. ചെറിയ 1-2 തട്ടൊന്നും കുഴപ്പമില്ലട്ടോ. അത് റിപ്പയറിങ് ഫ്രീ ആയതുകൊണ്ട് സീനില്ല. പൈസ കൊടുത്തായിരുന്നേ മുടിഞ്ഞാണ്. കാര്യം പറയാല്ല, എപ്പോഴും വണ്ടി ഇടിക്കലാണ്. ഇതെന്ത് കുണ്ണാ. ഞാൻ അങ്ങോട്ട് തിരിക്കുമ്പോൾ അവിടെ ഇടിക്കണം, ഇങ്ങോട്ട് തിരിക്കുമ്പോൾ ഇങ്ങോട്ട് ഇടിക്കണം. എടാ പിന്നെ പറയല്ലേ, എന്ന് പറയല്ലേ, കാര്യം പറയല്ലേ. ഈ വണ്ടി ഇത്തിരി ബാക്കി വണ്ടി ഓടിച്ചൊന്ന് ഈ വണ്ടി ഓടിക്കാൻ കുറച്ച് പാടാണ്. ഞാൻ ഇപ്പോൾ അത് ഈ വണ്ടിയിൽ ഓടി സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. പോരത്തിന് ചെറിയ ലാഗും ഉണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങൾ പരിഗണിക്കണം. എടാ വേൾഡ് എൻ്റെ അവിടെ അങ്ങനെ കാണിച്ചേ. ഇപ്പം ഇങ്ങോട്ട് പോട്ടെ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറിയിട്ട് റൂട്ട് കറക്റ്റ് പിന്തുടരാം. ഇനി ഞാനായിട്ട് മറ്റേ പുതിയ റൂട്ടൊന്നും കണ്ടുപിടിച്ച് കണ്ട് കയറണ്ട. എടാ പുണ്ണ
ഒലയാടി ലാഗെ നിന്നെ ഞാൻ ഉണ്ടല്ല 1000 കാരണം എൻ്റെ വണ്ടി പറ ഇടിക്കണം. എന്തിലൊട്ടാ പൊട്ടണുണ്ട്, നന്നായിട്ട് പൊട്ടണുണ്ട്. ഇതാണാ വഴി? എടാ അവിടെ സത്യം പറഞ്ഞാൽ ഒന്നുമില്ല. അതായത് വിസ്ത എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്, മനസ്സിലായില്ലേ? ഞങ്ങോട്ട് പോയിട്ടുള്ളതായിട്ട് ഇനി വലിയ ഇതില്ല, ഓർമ്മയില്ല. അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച. അതിന് ഇത്രയും മെനക്കെടാണ് ഞാൻ വേറെ വല്ല ഇടത്ത് പോകണം. ഞാൻ ഫുട്ബോൾ സ്റ്റേഡിയത്തിലാണ് പോയി അവിടെ കിട്ടിയ ഇടമാണ്, മനസ്സിലായില്ലേ? ഈ ലൊട്ടയിലോട്ട് വരാൻ വേണ്ടി ഇനിയും ഒരു കണക്കൂടെ മറ്റേ ബഗ് അടിക്കുവാണെങ്കിൽ മനസ്സിലായിട്ടുണ്ട് ചാരി നോക്കിയോ. ഞാൻ ഈ ജാപ്പനീസും അല്ലെങ്കിൽ മൗണ്ടൈനൊക്കെ ആയി പോകണം, ഞാൻ ഇവിടെ നിന്ന് വെച്ച് പിടിക്കോളാം. അതിന് മാത്രമൊന്നും ഇല്ല. ഇതെന്താ കണ്ടിട്ട് പൂന്തോട്ടത്തിൻ്റെ വേറൊരു സ്ഥലമാണ്, മനസ്സിലായില്ല? അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഇത്. ഭയങ്കര കിടലൊന്നും അല്ല, കുഴപ്പമില്ല, അങ്ങനെ പറയാനുള്ളൂ. ചെറിയ കാര്യം പറഞ്ഞാൽ കണ്ട ഇതാണ് പിസ്ത. ഞാൻ ഇതെന്തൊരു സാധനം? ഇതെന്തൊരു സാധനം? റിപ്പയറിങ്ങിനുള്ളതൊക്കെയാണ് ഇത്, മനസ്സിലായില്ലേ? അല്ലാതെ വേറെ അത് ബെഞ്ച് ഞാൻ കണ്ടിട്ടില്ലല്ലോ. എനിക്ക് ചേട്ടാ ഈ വീട് ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. എനിക്ക് ഒരു കാര്യം ഇത്രയും നാളിന് ശേഷം ഗെയിമിൽ ആദ്യമായിട്ട് കാണുന്നു. എനിക്ക് ഒന്നിരുന്നോട്ടെ. വീട്ടിലോട്ട് കയറാൻ പറ്റൂലെന്നാണ് എനിക്ക് തോന്നണം. കണ്ട പറ്റൂല. ഇത്രയും ചെറിയ ഡോർ എന്ത് ചേട്ടേ? ഇത് ഓക്കെ, ഇത് ഓക്കെ, കുഴപ്പമില്ലാത്ത ഒരു സ്ഥലം, അങ്ങനെ പറയാൻ പറ്റുള്ളൂ ചേട്ടേ. ഞാൻ അങ്ങോട്ട് അധികം വന്നിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അതിന് മാത്രം വന്നിട്ടില്ല ഈ ഇടത്ത്, അതുകൊണ്ട് എനിക്ക് അങ്ങനെ അറിഞ്ഞുകൂടാ. എന്തായാലും ഒരു ഫോൺ എടുത്ത് ചരിഞ്ഞൊക്കെ ഡ്രോൺ എടുക്കട്ട് പിസ്തേരെ ഒരു ഫോട്ടോ എടുക്കാം. പിസ്തേ വന്നിട്ട് പിന്നെ ഒരു ഫോട്ടോ എടുക്കാതെ പോകണ്ട ഇനി, മനസ്സിലായില്ലേ? ഗ്രാഫിക്സും സെറ്റാക്കിക്കോട്ടെ, നിങ്ങളൊന്ന് വെയിറ്റ് ആക്കുക. ഞാൻ ഗ്രാഫിക്സും സെറ്റാക്കി നല്ലൊരു ഫോട്ടോ നല്ല എടുക്കണം, മനസ്സിലായി? കുണ്ണ ഫോട്ടോ എടുക്കാനാണെങ്കിൽ എങ്ങനെയും എടുത്ത് കളയാം. നല്ല ഫോട്ടോ എടുക്കാനായിട്ട് 2 സെക്കൻഡൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അവിടെ എന്ത് ഓക്കെ എടാ ക്യാരക്ടറിൽ ഒട്ട മര്യാദ. എടാ 1-2 നല്ല ഫോട്ടോ കിട്ടിയിട്ടുണ്ടേ, നിൽക്കാം. അന്തേ സാധനം ഓക്കെ. വണ്ടി കയറാം. എനിക്ക് ഇവിടെ അങ്ങോട്ട് ഇനി മുന്നോട്ട് പോവാം, വേണ്ട മനസ്സിലായി? മുന്നോട്ട് ഇവിടം വരെ എത്തിയതേ ഉള്ളൂ. ഇനി ഇത്രയും സ്ഥലങ്ങൾ എന്തൊക്കെയോ ഉണ്ട്, മനസ്സിലായില്ലേ? ഇമ്പ്രസ് ചെയ്യിക്കാനും മാത്രം അവിടെ എന്താണെന്ന് വെച്ചാൽ പോയി അറിഞ്ഞുകൂടാ, പോയി നോക്കാം. ഇൻറ്റീരിയർ ഇട്ട് പോണേണ് നല്ലത്. സത്യം പറഞ്ഞാൽ അത് കിട്ടില്ല, ഒരു പക്ക റിയലാസ്റ്റിക് കിട്ടും. അങ്ങോട്ട് പോട്ടെ. കോലി ഇവിടെ 1-2 വീടൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെ വലിയ ഇടമല്ല. വന്ന റൂട്ട് മാറിപ്പോയോ? ഇല്ല കറക്റ്റ് തന്നെ പോടാം. കുറേ വളവ് ഇങ്ങോട്ട് ഉള്ളതുകൊണ്ടേ തോന്നിയായിരിക്കും. കുറച്ച് ഇത് പുതിയ സ്ഥലമാണ് കേട്ടോ, ഞാൻ അങ്ങനെ വന്നിട്ടില്ല, അധികം വന്നിട്ടില്ലടാ. പുതിയ സ്ഥലത്തോട്ട് പോവണേ ചാറ്റേ. ഫസ്റ്റ് ഇമ്പ്രസ്ഡ് ആണേ, അല്ല ഇമ്പ്രസ്ഡ്, അയ്യോ ഇംപ്രഷൻ ആ സാധനമാണേ. അവിടെ ഏതായാലും ഒട്ടര വണ്ടി പോട്ട് അപ്പം അത് ഇങ്ങനെ പോയിട്ട് ഓരോ സ്ഥലവും കണ്ട് മനസ്സിലാക്കി. ഇത് മറ്റേ നമ്മൾ ബസ്സിൽ പോകുമ്പോൾ മറ്റേ ഓരോ സ്ഥലങ്ങൾ കാണില്ല, അതേപോലെ ഉണ്ട്. ഇതെന്തൊരു മഞ്ഞ? അതല്ല, അത് വേറെ. എടാ അതൊക്കെ വേൾഡ് എൻഡ് ഹിയർ സാധനങ്ങളാണേ. ഇത് ഇപ്പം എന്തിനാ പറയുക, ഒരു ഗ്രാമം, സിറ്റി കഴിഞ്ഞ് സിറ്റിയുടെ തൊട്ടടുത്തായിട്ടുള്ള ഒരു ഗ്രാമം പോലത്തെ പ്രദേശം, പ്രാന്തപ്രദേശം എന്നൊക്കെ പറയില്ല, അതേപോലത്തെ എന്തൊരു സാധനമാണ് കേട്ടോ. കുഴപ്പമില്ലാത്തൊരിടം ചാറ്റേ, പീസ്ഫുള്ളാണെന്ന് തോന്നുന്നു ഈ സ്ഥലം കണ്ടിട്ട്. കുറേ വീടൊക്കെ ഉണ്ട്, ഒരു പെട്രോൾ പമ്പുണ്ട്. ഞാൻ ഇത്രയും വീട് പ്രതീക്ഷിച്ചില്ലടാ. ഇവിടെ കുറച്ചധികം വീടുണ്ട് കേട്ടാ. സിറ്റി ഇത്രയും വീടുണ്ടോ? കണ്ട കുറേ വീട്. നീ അതെന്തൊരു അല്ല, അത് വേസ്റ്റ് ബക്കറ്റിൻ്റെ ലോട്ട.
ഇങ്ങോട്ട് പോട്ട്. ഓ ഇതെന്താ ഇവിടെ നല്ല ഇത് അത് നെറ്റ്. എടാ അത് മറ്റേ പിള്ളേർക്ക് ഫുട്ബോൾ കളിക്കുന്ന ഇടം. അങ്ങോട്ട് പോട്ട് എടാ വണ്ടി. ഓ തിരിച്ചെടുക്കട്ടെ, തിരിച്ച് കൊണ്ടുപോകാനാണ് ചേട്ടേ പാട്. കാര്യം പറയാല്ലേ. ഈ സ്ഥലം ഞാൻ പ്രതീക്ഷിച്ച അത്ര കൂതറയല്ല. ഞാൻ വിചാരിച്ച എന്തിനാ ഒരു ലൊട്ടയുടെ ആയിരിക്കും എന്നാണ് ചേട്ടൻ വിചാരിച്ചത്. പക്ഷെ അത്ര കൂതറയൊന്നും അല്ല ഈ സ്ഥലം. കൊള്ളാം, നല്ല സ്ഥലമാണ് അത്യാവശ്യം. കാട്ടിൽ ഇവിടെ അത്യാവശ്യം കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. എന്തൊരു വീടും ജനങ്ങൾ അധികമായിട്ട് അധിവസിക്കണ ഒരിടം കണ്ട. എത്ര വീടുകളെന്നാണ് ചേട്ടേ, ഒരുപാട് വീടുകൾ. എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇവിടെ ഉള്ള ജനങ്ങളാണ് കണ്ട. പെറ്റ് വരെ ഉണ്ടോ അവിടെ. എനിക്ക് തോന്നുന്നത് ഇവിടെ ഉള്ള ജനങ്ങളാണ് ഈ സിറ്റിയിലൊക്കെ പോയിട്ട് അവരെ കടയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അങ്ങനത്തെ ഇതാണ് കണ്ട. ഇത് വീടാണ്, എല്ലാവരെയും പുതിയ ഇടമാണ്. കൊള്ളാം, എനിക്ക് മോശമായി ഫീൽ ചെയ്തില്ല. ഒരു ഫോട്ടോ എടുക്കട്ടെ ചേട്ടൻ. വിസ്താപിസ്തയിൽ അടുത്ത ഫോട്ടോ. ചേട്ടൻ പെറ്റ് കുണ്ണയൊന്നും ഇവിടെ ഇല്ലല്ല. അയ്യോ വല്ല പട്ടി അങ്ങനെ ഉണ്ടേ മയിനെ ചാടിപ്പറന്ന് വരും. സീനില്ലെന്ന് തോന്നണം ചേട്ടേ. ഒരു ഫോട്ടോ എടുക്കാൻ ക്യാരക്ടർ പരിപാടി വന്നിരിക്കുകയാണ്. തിരിയടാ, തിരിഞ്ഞു. ഇത് കുഴപ്പമില്ല, മനസ്സിലായില്ലേ. ഈ വീട് ഇവിടെ ഇത്രയും വീടുണ്ട് ചേട്ടാ. എൻ്റെ സംശയം അതല്ല, ഇവിടെ ഇത്രയും വീടുണ്ട്. എൻ്റെ ഇവിടെയൊന്നും എനിക്ക് വീട് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രശ്നം ഇവിടെ മനസ്സിലായി. വീട് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതില്ലടാ. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ സിറ്റിയിൽ ഒരെണ്ണമുണ്ട്, ഇവിടെ ഇല്ല. അതെന്താന്ന് കേട്ടോ കാര്യം പറയല്ലേ, എനിക്ക് അറിഞ്ഞൂടെ. ഇവിടെ വെച്ചാൽ വീടേ വാങ്ങിക്കാൻ, ഇവിടെ വീടേ ഉള്ളു. അപ്പോൾ ഇവിടെയാണെങ്കിൽ നല്ല ഒരു സ്ഥലമാണ് കേട്ടോ. അതെന്തൊരു കോഫി ഷോപ്പാ. ഓ ഇടിക്കൂപ്പം. ഇല്ല ഇടിക്കൂല ചേട്ടാ. ഇനി ഇവിടെ വെളിയിറങ്ങാം, സിറ്റിയിൽ നിന്ന് വെളിയിറങ്ങാം. ഇത് മറ്റേ ഇതാണ്, വേറൊരു ഹാർബറാണ്. ഇനി സിറ്റി കയറാം ചേട്ടേ. ഇനി സിറ്റിയിലോട്ട് വച്ച് പിടിക്കാം. ഓ ഓ ഓ ഓ കൂലി സ്റ്റക്കായ ചേട്ടേ. ഒരു സെക്കൻഡേ. എന്താടാ മീഡിയം കുണ്ണേ, എൻ്റെ ഉണ്ണയെ പൊക്കി വന്നോളൂ. മീഡിയം ഉണ്ണാന്നും പറഞ്ഞുകൊണ്ട് മയിരേ എന്തെല്ലാം തട്ടിയേട്ടാ ചേട്ടാ. ഈ സ്ഥലം കുഴപ്പമില്ല. ഇനി ഇവിടെ അങ്ങനെ വന്നിട്ട് വരാനൊന്നും പോകണ്ടടാ. ഞാൻ നോക്കി ഇവിടെ അത് അത്രയ്ക്ക് വരാനുള്ളതൊന്നും ഇല്ല. വേണേ മറ്റേ പയ്യന്മാരൊക്കെ ആയിട്ട് വരാൻ കൊള്ളാം, മനസ്സിലായില്ലേ. എല്ലാവരുമായിട്ട് വരാനായിട്ടാണ് ഈ സ്ഥലം കൊള്ളാം. കാരണം വെച്ചാൽ ഒരുപാട് ബോഡി ഇറന്ന് കാണാനൊക്കെ ചിലപ്പോൾ കാണും. അല്ലാതെ ഒറ്റയ്ക്ക് വന്ന് ഇവിടെ വന്ന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. വണ്ടി ഏതാ കുണ്ണേ കുടുങ്ങി. കാര്യം പറയാല്ല, എന്താണെന്ന് അറിഞ്ഞു പറ. എൻ്റെ വണ്ടി മാത്രം ഇങ്ങനെ കുടുങ്ങണ്ട. വൈ ബ്രോ. എടാ നിൽക്കേ. ഇത് ഇവിടെ കയറിയെങ്കിൽ ഇറങ്ങി പോവുകയും ചെയ്യിച്ചായിരുന്നു. അയ്യോ ഇവിടെ കയറിയെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യും. കണ്ടോ കാണാത്തവന്മാരൊക്കെ. കൂലി വച്ച് പിടിക്കടാ. ഓ ഇടിയല്ലേ.